മക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്സൽമീറിന് കുടി ഡെസേർട്ടിക്ക് പോണ വഴിയിലുള്ള ദൗബ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് കേട്ടോ. ജയ്സൽമീറിൽ നിന്നും കുടി ഡെസേർട്ടിലേക്ക് ഹിച്ചേക്കിംഗ് ചെയ്ത് പോകുമ്പോഴാണ് ഈ വില്ലേജിനടുത്ത് ഞങ്ങൾ ഇറങ്ങുന്നത്. പുറത്ത് നിന്ന് കടയിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലൊരു വില്ലേജ് ഉണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു വില്ലേജിലെത്തുന്നത്. വില്ലേജിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് വളരെ മനോഹരമായി നിർമ്മിച്ച ഓരോ വീടുകളായിരുന്നു. മരുഭൂമിയിലാണ് ഈ ഒരു വില്ലേജ് നിൽക്കുന്നത്. ചെറിയ ചെറിയ വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാം. വില്ലേജ് സന്ദർശിച്ച് അവസാനം ഞങ്ങൾ എത്തിയത് മുരളീധർ ഭായിയുടെ വീട്ടിലായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഈ ഒരു വില്ലേജിൽ നിന്ന് നമ്മളെ മുരളീധർ ഭായ് ഇവരെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരെ നമുക്ക് എന്താണ് ഒരു വീട്ടിൽ ക്ഷണിച്ചു, ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ വീട്ടിൽ നമുക്ക് ചായ കിട്ടി. മുരളീധർ ഭായ് ഒരു റിട്ടയർഡ് ആർമിക്കാരനായിരുന്നു. ആർമിയിലുള്ള സമയത്തുണ്ടായിരുന്ന മലയാളി കൂട്ടുകാരെ കുറിച്ചും അവരുടെ കഥകളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് മൂപ്പർ പറഞ്ഞു തന്നു. മൂപ്പർക്ക് ഞങ്ങളോട് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് കുടി ഡെസേർട്ടിലേക്ക് എത്താനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി. പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുന്ന സമയം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, താമസം ഫുഡൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മൂപ്പർ ഞങ്ങൾ അവിടെ നിന്നും യാത്രയാക്കുന്നത്. വളരെ നല്ല മനുഷ്യന്മാരായിരുന്നു ആ ഗ്രാമത്തിലെല്ലാവരും. അപ്പോൾ നിങ്ങൾ ജയ്സൽമീറൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ വില്ലേജുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെയൊക്കെ പോയി ആളുകളൊക്കെ പരിചയപ്പെട്ട് നിങ്ങളെ യാത്രകളൊക്കെ പരമാവധി മനോഹരമാക്കാൻ ശ്രമിക്കുക.